തൃശൂരിൽ കൊടുങ്ങല്ലൂരിൽ SNDP ഓഫീസിന് നേരെ ആക്രമണം. നാരായണമംഗലം ശാഖയ്ക്ക് നേരെയാണ് ആക്രമണം ഉണ്ടായത്. ശ്രീനാരായണ ഗുരുവിന്റെ ചിത്രം നിലത്തെറിഞ്ഞ നിലയിലാണ്. ഞാൻ ചില്ല് പൊട്ടി കിടക്കുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചത് പിള്ളേർ ഫുട്ബോൾ കളിക്കണ്ടല്ല, അപ്പോൾ അങ്ങനെ പൊട്ടി കളിക്കും എന്ന് വെച്ച് വന്ന് നോക്കുമ്പോൾ അവിടെ ചെപ്പിക്കുന്നു. അത് മാറ്റി വെച്ച് അത് ശ്രദ്ധിക്കപ്പെട്ടില്ല. മാറ്റി വെച്ച് തുറന്നു നോക്കുമ്പോൾ ഇവിടെ ചില്ലും ഈ പോത്തൊക്കെ കുഞ്ഞു കിടക്കും. അപ്പോൾ ഞാൻ അത് ശ്രദ്ധിക്കാൻ പോയത്. അപ്പം അതിൽ കുറച്ച് പൈസ ഇട്ട് വെച്ചിട്ടുണ്ട്, ഫ്രണ്ടിൽ വെച്ചിട്ടുണ്ട്. അങ്ങനെയാണ് കണ്ടത്. അപ്പോഴാണ് സംശയം വന്നത്, പിള്ളേരായിരിക്കില്ല വേറെ ആരെങ്കിലും ആയിരിക്കുമെന്നുള്ള സംശയം വന്നത്. സൂരജ് സജി തൃശ്ശൂരിൽ നിന്ന് വിശദാംശങ്ങളുമായി ചേർന്നു. സൂരജ്, എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? എപ്പോഴാണ് സംഭവം? എന്താണ് സംഭവിച്ചത് എന്നതിനെ കുറിച്ച് സൂചനകളുണ്ടോ? സുഹൈൽ, ഇന്നലെ രാത്രിയാണ് ഇത്തരത്തിൽ ഈ ഓഫീസിന് നേരെ ആക്രമണം നടന്നത് എന്നുള്ളതാണ് പ്രാഥമിക നിഗമനം. ഇന്ന് ഓഫീസിലെത്തിയ SNDP ഭാരവാഹികളാണ് ഇത്തരത്തിൽ ആദ്യം ഈ ശ്രീനാരായണ ഗുരുവിന്റെ ചിത്രം നിലത്തെറിഞ്ഞ നിലയിൽ കണ്ടെത്തുന്നത്. പിന്നീട് നടത്തിയ പരിശോധനയിലാണ് ഈ ഓഫീസിന്റെ ജനൽ ചില്ലകളടക്കം തകർത്ത നിലയിൽ കണ്ടെത്തിയിരിക്കുന്നത്. ഈ ആക്രമണത്തെ വളരെ ഗൗരവത്തോടു കൂടിയാണ് കാണുന്നത് എന്നുള്ളതാണ് SNDP ഭാരവാഹികൾ അറിയിച്ചിട്ടുള്ളത്. സംഭവത്തിൽ പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട്. സാമൂഹ്യദ്രോഹ പ്രവർത്തനമാണ് നടത്തിയതെന്നും അതിനാൽ കർശന നടപടി സ്വീകരിക്കണമെന്നുമാണ് നേതൃത്വത്തിന്റെ ആവശ്യം. എന്തായാലും ഈ പോലീസിന് നൽകിയ പരാതിയിൽ ഈ CCTV ദൃശ്യങ്ങളടക്കം ശേഖരിച്ച് അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോവുകയാണ് പോലീസ് ഇപ്പോൾ. ശരി, സൂരജ് സജിയാണ് വിശദാംശങ്ങൾ നൽകിയത്. കൂടുതൽ വിവരങ്ങൾ വരും മണിക്കൂറിൽ ലഭ്യമാകുമെന്ന് പ്രതീക്ഷിക്കാം.